കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. യുവതിയുടെ മൃതദേഹം അർദ്ധനഗ്നമായിരുന്നതും ധരിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമെല്ലാം സംശയം വർദ്ധിപ്പിക്കുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. വാളൂർ സ്വദേശി അനുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ വാളൂരിലെ വീട്ടിൽ നിന്നും മുളിയങ്ങലിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതായിരുന്നു അനു. എന്നാൽ യുവതിയെ പിന്നീട് കാണാതായി. ഇവിടെ രാവിലെ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഭർത്താവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് MMC കാണിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ടൗണായ മുളിയയിലേക്ക് പോയതാണ്. ഭർത്താവ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ 9:50 വരെ അനു എന്ന കുട്ടി ഒരു ഫോൺ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഭർത്താവ് പ്രജിനെയും കൂട്ടി കംപ്ലയിൻറ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം SI പോലീസുകാർ വീട്ടിൽ വന്ന് അന്വേഷണമൊക്കെ നടത്തി. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞത് ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജഡം കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. അന്നേരം ഞാനെല്ലാം ഓടിച്ചെന്ന് നോക്കുന്നേരം ശരീരഘടന കണ്ടപ്പോൾ എനിക്ക് അവിടെ മനസ്സിലായി. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ പുല്ലരിയാൻ എത്തിയവരാണ് അല്ലിയോറ തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. തോട്ടിൽ നിന്ന് അനുവിന്റെ പേഴ്സും മൊബൈൽ ഫോണും ചെരുപ്പുകളും കണ്ടെടുത്തിരുന്നു. കാലുതെന്നി വെള്ളത്തിൽ വീണ് മരിച്ചതാകാമെന്ന സാധ്യത ബന്ധുക്കൾ പാടെ തള്ളുകയാണ്. തോട്ടിൽ മുട്ടിന് താഴെ മാത്രമാണ് വെള്ളം ഉണ്ടായിരുന്നത്. ചെയിനും പാദസരവും അടക്കം ആഭരണങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു. ഇതെവിടെയെന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. മുങ്ങിമരണമാണെന്നും ബലാത്സംഗ ശ്രമത്തിന്റെ ലക്ഷണങ്ങളോ അത്തരം മുറിവുകളോ ദേഹത്തില്ലെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് 18 വടകര.